അന്ന് 12 മണി കഴിഞ്ഞിരുന്നു. സിദ്ധു വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഓരോ ചിന്തകളിൽ മുഴുകിയാണ് അവൻ കാർ ഓടിക്കുന്നത്. ചിന്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ശ്രീരേഖയായിരുന്നു. പഠിക്കുന്ന സമയത്ത് അവൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ശ്രീരേഖയെ. എന്നാൽ അവളുടെ ഇഷ്ടം മുഴുവൻ കിച്ചുവിനോടും. നല്ല ഫ്രണ്ട്സായിരുന്നു അവർ 3 പേരും. തനിക്ക് അവളോടുള്ള ഇഷ്ടം കിച്ചുവിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ പ്രണയം തുറന്നു പറഞ്ഞപ്പോഴാണ് അവൾക്ക് അവനെയാണ് ഇഷ്ടം എന്നറിയുന്നത്. പടുത്തുയർത്തിയ സ്വപ്നഗോപുരം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു വീഴുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നോക്കി നിന്നു. എന്നാൽ അവനെന്നാൽ അവൾക്ക് ഭ്രാന്താണെന്ന് അധികം താമസിയാതെ തന്നെ തന്റെ മനസ്സ് തിരിച്ചറിഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രണയം മൂത്ത സൈക്കോയിലേക്ക് തിരിയുന്നവൾ. അതെ, ശരിക്കും അവൾ ഒരു മെന്റൽ പേഷ്യന്റാണ്. ആർക്കും അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭ്രാന്ത്. അവൻ ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ആ പെൺകുട്ടിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല. കിച്ചു പ്രണയിക്കുന്നത് മിത്രയെയാണെന്ന് ശ്രീരേഖ തിരിച്ചറിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല. പലവട്ടം കിച്ചുവിനോട് താൻ പറഞ്ഞു ശ്രീരേഖയെ വിവാഹം കഴിക്കാൻ. അവൻ പക്ഷേ മിത്രയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീരേഖയുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ചെല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാനം അതൊരു വഴക്കിലെത്തി നിന്നു. അവനുമായി പിണങ്ങി നിൽക്കാൻ കഴിഞ്ഞിട്ടല്ല, പെങ്ങളെ കുരുതി കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ശ്രീരേഖയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവൻ വേറെ വിവാഹം കഴിക്കട്ടെ. എന്തായാലും മിത്രയെ വെച്ചൊരു ഭാഗ്യപരീക്ഷണത്തിന് താനില്ല. എല്ലാം കൊണ്ടും അവനേക്കാൾ വലുത് തനിക്ക് തന്റെ അനിയത്തിക്കുട്ടി തന്നെയാണ്. ഓരോന്നും ചിന്തിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് എന്തോ കാറിൽ വന്നടിക്കുന്നത് സിദ്ധു അറിഞ്ഞത്. പെട്ടെന്ന് അവന്റെ കാൾ ബ്രേക്കിൽ അമർന്നു. സമയം പാതിരാത്രി ആയതിനാൽ റോഡിൽ ആളുകളുടെ ബഹളമൊന്നുമില്ല. വാഹനങ്ങൾ തന്നെ അപൂർവമായി മാത്രം. അവൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന് മുന്നിൽ ഒരു പെൺകുട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. വല്ലാത്തൊരു വിറയൽ അവനിലൂടെ കടന്നുപോയി. ഓടിച്ചെന്നവൻ ആ പെൺകുട്ടിക്കരികിൽ മുട്ടുകുത്തിയിരുന്നു. ജീവന്റെ തുടുപ്പ് അവളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. കയ്യിൽ കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കിയതും ഒരു നിമിഷം അവൻ മിത്രയെ ഓർത്തു. കാറിന്റെ പിൻസീറ്റിൽ അവളെ കിടത്തുമ്പോൾ എങ്ങനെയാണ് താനവളെ തനിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് അവൻ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലാത്തതിനാൽ ഫോണിൽ നിന്ന് കിച്ചുവിന്റെ നമ്പർ എടുത്ത് വിളിച്ചു. 3 റിങ്ങിനപ്പുറം പോയില്ല കിച്ചു ഫോൺ എടുക്കാൻ. എന്താ സിദ്ധു, എന്താ ഈ നേരത്ത്? ഒറ്റ ശ്വാസത്തിൽ അവൻ അവനോടെല്ലാം പറഞ്ഞു. ഞാനിതാ എത്തി. ആ സമയം തെറ്റും പിണക്കവും ഒന്നും രണ്ടുപേരുടെയും മനസ്സിലില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവർക്കിടയിൽ എന്തായിരുന്നു തെറ്റ്? 10 മിനിറ്റിനുള്ളിൽ കിച്ചു ബുള്ളറ്റിൽ പറന്നെത്തി. ബുള്ളറ്റ് തൊട്ടടുത്ത വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിവെച്ച് കിച്ചു വേഗം കാറിൽ കയറി. കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കിച്ചു കയറിയിരുന്നു. സിദ്ധു ആ പെൺകുട്ടിയെ അവന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. സിദ്ധു, വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. അതും പറഞ്ഞവൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അവരോട് സ്ട്രക്ചറുമായി റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് കിച്ചു മടിയിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി. മുഖത്ത് മുഴുവൻ രക്തമാണ്. മുഖം മറഞ്ഞു കിടക്കുന്ന രക്തം പുരണ്ട മുടിയിഴകൾ കിച്ചു മാടി ഒതുക്കി വെച്ചു. തന്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവൻ ആ മുഖം തുടച്ചു വൃത്തിയാക്കി. കാറിനുള്ളിലെ ലൈറ്റ് ഓഫ് ആകാത്തത് മൂലം അവൻ ആ മുഖം വ്യക്തമായി കാണാമായിരുന്നു. ഒരു വേള സംശയം തോന്നിയ കിച്ചു ഒന്നുകൂടി മുഖം തുടച്ചുകൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി. സിദ്ധു, ഇത് അഗ്നിയുടെ കൂട്ടുകാരിയല്ലേ, ദീപിക? സിദ്ധു ഞെട്ടലോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. നീ എന്താ പറഞ്ഞത് കിച്ചു? മിത്രയുടെ കൂട്ടുകാരിയോ? ആന്ന്, കോളേജിൽ അഗ്നിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഈ കുട്ടി എന്താ ഈ നേരത്തിവിടെ? അതുതന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് അസ്വാഭാവികമായി നീ ആരെങ്കിലും റോഡിൽ വെച്ച് കണ്ടോ? ഇല്ല കിച്ചു, ഒരു പൂച്ച കുഞ്ഞ് പോലും റോഡിൽ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ദീപികയെ നേരെ ICUവിലേക്ക് കൊണ്ടുപോയി. ICUവിന്റെ അടഞ്ഞ വാതിലിന് മുന്നിൽ സിദ്ധാർത്ഥും കിഷോറും അക്ഷമരായി കാത്തുനിന്നു. അല്പനേരം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ കിഷോർ മാധവ്. ഞങ്ങളാണ് ആക്സിഡന്റായ കുട്ടിയെ ഇവിടെ എത്തിച്ചത്. ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്? തലയുടെ പിൻഭാഗത്ത് ആഴമേറിയ ഒരു മുറിവുണ്ട്. 6 സ്റ്റിച്ചിടാനുള്ള വലിപ്പത്തിൽ. ആ മുറിവ് കുറച്ച് ഡേഞ്ചറാണ്. വലത് കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീൽ ഇടേണ്ടി വരും. ആ കുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചേക്ക്. ഓപ്പറേഷനെ സൈൻ ചെയ്യേണ്ടതായി വരും. ഓക്കെ സാർ, ഇപ്പോൾ തന്നെ വിവരമറിയിക്കാം. ഡോക്ടർ പോയതോടെ കിഷോർ സിദ്ധാർത്ഥിന്റെ അരികിലെത്തി. നീ അഗ്നിയെ വിളിച്ച് വിവരം പറയൂ. എത്രയും വേഗം അവളുടെ ബന്ധുക്കളെ വിവരമറിയിക്ക്. അതോടെ സിദ്ധാർത്ഥ് മൊബൈലെടുത്ത് മിത്രയെ വിളിച്ചു. 2-3 വട്ടം റിങ് ചെയ്തതിന് ശേഷമാണ് മിത്ര ഫോൺ എടുത്തത്. എന്താ ഏട്ടാ? ഉറക്കച്ചടവുള്ള സ്വരം. അവൻ ഒരു ശ്വാസത്തിൽ സംഭവിച്ചതെല്ലാം മിത്രയോട് പറഞ്ഞു. ഏട്ടാ, ദീപു, അവൾക്ക്... ഫോണിലൂടെയുള്ള മിത്രയുടെ കരച്ചിൽ കേട്ടതും സിദ്ധാർത്ഥ് വല്ലാതെയായി. പേടിക്കാനൊന്നുമില്ല മോളെ. നീ അവളുടെ വീട്ടുകാരെ ഒന്ന് വിളിച്ച് വിവരം പറയ്. അവരോട് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ എത്താൻ പറയണം. ഏട്ടാ, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോകൂ. എനിക്ക് അവളോട് സംസാരിക്കണം.
അതിനുശേഷം അവളുടെ വീട്ടുകാരെ അറിയിച്ചാൽ മതി. മിത്രയുടെ സ്വരത്തിൽ ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു. നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്? നാളെ വന്നാൽ മതി. ആദ്യം ചെയ്യേണ്ടത് അവളുടെ വീട്ടുകാരെ വിവരമറിയിക്കുകയാണ്. നിനക്ക് പറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ നമ്പർ താ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയാം. വേണ്ട ഏട്ടാ, ഞാൻ വിളിച്ചു പറയാം. ശരി, എങ്കിൽ നീ ഫോൺ വച്ചോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മിത്രയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സിദ്ധാർത്ഥ് ഫോൺ വെച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മിത്ര ഒരു നിമിഷം പകച്ചു നിന്നു. പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ദീപ് മെയിൻ റോഡിൽ തനിച്ചെത്തണമെങ്കിൽ എന്തിനായിരിക്കും അവൾ തനിച്ച് വീട്ടിൽ നിന്നിറങ്ങിയത്? കുറച്ച് ദിവസങ്ങളായി അവളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ദീപുവിന് സ്വന്തം എന്ന് പറയാൻ അച്ഛനും അമ്മയും മാത്രമേയുള്ളൂ. അച്ഛൻ ഗൾഫിൽ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫും. അച്ഛനും അമ്മയും എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അച്ഛൻ 4 വർഷമായി നാട്ടിൽ വന്നിട്ട് എന്ന് കഴിഞ്ഞ വർഷം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ദീപിക പറഞ്ഞത് മിത്രയ്ക്ക് ഓർമ്മ വന്നു. അവളുടെ അമ്മയുടെ നമ്പർ കയ്യിലുണ്ടെങ്കിലും ആ നിമിഷം ആ നമ്പറിലേക്ക് വിളിക്കാൻ മിത്രയ്ക്ക് തോന്നിയില്ല. മിത്ര എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മൊബൈലും എടുത്ത് റൂമിന് പുറത്തേക്കിറങ്ങി. നേരെ സിദ്ധാർത്ഥിന്റെ റൂമിലേക്ക് കയറി ചെന്ന് അവന്റെ ഒരു ജീൻസും ഷർട്ടും എടുത്തിട്ടു. ഷർട്ടിന് മീതെ ഓവർകോട്ട് പോലെ ഒരു ജാക്കറ്റ് ഇട്ടു. ജീൻസിന്റെ പോക്കറ്റിലേക്ക് മൊബൈൽ തിരികെ കൊണ്ട് അവൾ അവന്റെ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെച്ചു. അതിനുശേഷം സിദ്ധാർത്ഥ് ഉപയോഗിക്കുന്ന ബുള്ളറ്റിന്റെ കീയും മെയിൻ ഡോറിന്റെ സ്പെയർ കീയും എടുത്തുകൊണ്ട് അവൾ സ്റ്റെപ്പുകളിൽ ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ മെയിൻ ഡോർ തുറന്ന് പുറത്തുനിന്നും പൂട്ടി അവൾ ചാവി പോക്കറ്റിലിട്ടു. ഗേറ്റ് തുറന്നു വെച്ച് അവൾ കാർ പോർച്ചിൽ നിന്നും ബുള്ളറ്റ് തള്ളിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. അവൾ കയറിയിരുന്ന ബുള്ളറ്റ് സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു. മിത്രയുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ ബുള്ളറ്റ് ഓടിച്ചു പോകുന്നത് ഒരു സ്ത്രീയാണെന്ന് ആരും പറയില്ലായിരുന്നു. രാത്രികാലങ്ങളിൽ നിർഭയത്തോടെ ബൈക്ക് ഓടിക്കണമെങ്കിൽ ഈ വേഷം തന്നെയാണ് ബെറ്റർ എന്ന് അവൾക്കറിയാം. ഈ സമയം ഹോസ്പിറ്റലിൽ സിദ്ധു സൈൻ ചെയ്തതനുസരിച്ച് ദീപികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ദീപികയുടെ വീട്ടുകാരെ പ്രതീക്ഷിച്ച് ഇടയ്ക്കിടെ സിദ്ധുവിന്റെ മിഴികൾ കോറിഡോറിന്റെ അറ്റത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബുള്ളറ്റ് നിർത്തി ഹെൽമറ്റ് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് മിത്ര റിസപ്ഷനിലേക്ക് കയറി ചെന്നു. കുറച്ചു നേരത്തെ ഒരു ആക്സിഡന്റ് കേസ് വന്നിരുന്നല്ലോ, ഒരു ദീപിക. ആ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയോ? ഒരു നിമിഷം, ചോദിക്കട്ടെ. മിത്രയുടെ ചോദ്യം കേട്ടതും റിസപ്ഷനിസ്റ്റ് ആർക്കോ ഫോൺ ചെയ്തു. ഓ മാഡം, ആ കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിലാണ്. തിയേറ്ററിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി അവരോട് നന്ദിയും പറഞ്ഞുകൊണ്ട് മിത്ര ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലേക്ക് നടന്നു. കോറിഡോറിന്റെ അറ്റത്തു നിന്നും ആരോ തിയേറ്ററിന് നേർക്ക് നടന്നു വരുന്നത് കണ്ട് സിദ്ധുവിന് തെല്ലെ ആശ്വാസം തോന്നി. എന്നാൽ അടുത്തെത്തിയതും അവന്റെ മുഖത്ത് ചുളിവുകൾ വീണു. നീയോ? അച്ഛനുണ്ടോ കൂടെ? അവൻ അവൾക്ക് പിന്നിലെ നീണ്ടുകിടക്കുന്ന കോറിഡോറിന്റെ അറ്റത്തേക്ക് മിഴികൾ പായിച്ചു. ഏട്ടൻ അങ്ങോട്ട് നോക്കണ്ട, ഞാൻ തനിച്ചാ വന്നത്. അതോടെ സിദ്ധാർത്ഥിന് അരിശം കയറി. അഹമ്മദ് കാണിക്കുന്നതിനും ഒരു അതിരുണ്ട് മിത്ര. നീ ഒരു പെൺകുട്ടിയല്ലേ, അതും പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ഒറ്റയ്ക്ക് റോഡിലൂടെ വരികാന്ന് വെച്ചാ? ഒറ്റയടി വെച്ച് തന്നാലുണ്ടല്ലോ, എല്ലാ കുട്ടികളെയും പോലെയാണ് ഇതെന്ന് കരുതിയോ നീ? ദേഷ്യം മൂലം പരിസരബോധമില്ലാതെ സിദ്ധുവിന്റെ ശബ്ദമുയർന്നു. കസേരയിലിരുന്ന് ഉറങ്ങുകയായിരുന്ന കിഷോർ ബഹളം കേട്ടാണ് തല ഉയർത്തി നോക്കിയത്. മുന്നിൽ മിത്രയെ കണ്ട് അവനും അത്ഭുതപ്പെട്ടു. നീ എന്താ ഇവിടെ? എങ്ങനെയാ വന്നത്? അങ്ങളുണ്ടോ കൂടെ? കിഷോർ അവർക്കിടയിലേക്ക് കയറി വന്ന് ചോദിച്ചു. അവൾ ചുളിഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. കിഷോറിനെ സിദ്ധുവിന്റെ ഒപ്പം കണ്ടതിലുള്ള അത്ഭുതമായിരുന്നു അവളുടെ കണ്ണുകളിൽ. എന്റെ കൂടെ ആരും വന്നിട്ടില്ല, ഞാൻ തനിച്ചാണ്. നിങ്ങൾ പുരുഷന്മാർക്ക് മാത്രമേ രാത്രി സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ? മിത്ര കലിപ്പോടെ ചോദിച്ചു. നിയമമൊന്നുമില്ല. നിയമമില്ലാത്തതിന്റെ പേരിലാണല്ലോ ഒരുത്തി ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. സിദ്ധുവിന്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. ഞാൻ അഗ്നിമിത്രയാണ്, ദീപികയല്ല. അവളെ കണ്ട കണ്ണുകൊണ്ട് ഏട്ടൻ എന്നെ കാണാൻ ശ്രമിക്കേണ്ട, മിത്ര വാശിയോടെ പറഞ്ഞു. കിഷോർ ചുണ്ടിലൂറിയ ചിരിയോടെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് അവളെ അടിമുടി നോക്കി. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ സിദ്ധുവിൻ്റേതാണെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. പെണ്ണ് പുലിയാണെന്ന് ഈ കിച്ചുവിനോളം അറിയാവുന്നവർ മറ്റാരുണ്ട്? അതല്ലേ എല്ലാവരും മിത്ര എന്ന് വിളിക്കുന്നവളെ താൻ മാത്രം അഗ്നി എന്ന് വിളിക്കുന്നത്? തൊട്ടാൽ പൊള്ളുന്നവളാണിവൾ. ഇവളെ അഗ്നി എന്നല്ലാതെ വേറെ എന്ത് പേരെടുത്ത് വിളിക്കും? എന്നിട്ട് നീ അവളുടെ വീട്ടുകാരെ അറിയിച്ചോ? സിദ്ധുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കി. മിത്ര, നിന്നോടാണ് ചോദിച്ചത്. സിദ്ധു മിത്രയെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് ദേഷ്യത്താൽ ചോദിച്ചു. എനിക്ക് അവളോട് സംസാരിക്കണം, അതിനുശേഷം അവളുടെ വീട്ടുകാരെ വിളിക്കാം. സിദ്ധാർത്ഥ് അല്പനേരം അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി നിന്നു. പിന്നെ കിഷോറിന്റെ നേർക്ക് തിരിഞ്ഞു. കിച്ചു, ഇവൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യ. ഒരു നിമിഷം അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇന്ത്യയും പാകിസ്ഥാനും സന്ധി ചെയ്തോ?
എപ്പോൾ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പിണക്കമൊക്കെ എപ്പോ തീർന്നു? അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് ചൂഴ്ഞ്ഞു നോക്കി. ഇപ്പോഴത്തെ വിഷയം ഞങ്ങളുടെ തെറ്റല്ല, അകത്ത് കിടക്കുന്നവളാണ്. സിദ്ധു കലിപ്പിലാണെന്ന് കണ്ടതും കിഷോർ മിത്രയുടെ കൈ പിടിച്ചുകൊണ്ട് ചെയറിനടുത്തേക്ക് പോയി. സീറ്റിലൊന്നിൽ അവളെ ഇരുത്തിക്കൊണ്ട് അവനും അടുത്തിരുന്നു. ഇനി പറയൂ, എന്താ നിന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് നീ ദീപികയുടെ വീട്ടുകാരെ വിവരമറിയിക്കാതിരുന്നത്? മിത്ര കുറച്ചു ദിവസങ്ങളായി ദീപികയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കിഷോറിനോട് തുറന്നു പറഞ്ഞു. അഗ്നി, നീ പറഞ്ഞതൊന്നും അവളുടെ വീട്ടുകാരെ അറിയിക്കാതിരിക്കാനുള്ള റീസണല്ല. ആദ്യം അവളുടെ വീട്ടുകാരെ വിവരമറിയിക്ക്. ബാക്കിയെല്ലാം ദീപികയ്ക്ക് ബോധം വന്നതിന് ശേഷം. അവസാന തീർപ്പെന്ന മട്ടിൽ കിഷോർ പറഞ്ഞത് കേട്ട് മിത്രയ്ക്ക് ദേഷ്യം വന്നു. കിഷോർ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ അവളുടെ വീട്ടിലെ നമ്പർ തരില്ല. ദീപുവിന് ബോധം വരട്ടെ, ഞാൻ അവളോട് സംസാരിക്കട്ടെ, അതിനുശേഷം അവളുടെ വീട്ടുകാരെ അറിയിക്കാം. നടക്കില്ല. നീ തന്നില്ലെങ്കിൽ ഞാൻ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ നമ്പറിലേക്ക് വിളിക്കും. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് അവരെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. അതോടെ മിത്ര ഒന്നയഞ്ഞു. രണ്ടുപേരെയും കരപ്പിച്ചു നോക്കിക്കൊണ്ട് മിത്ര ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈലെടുത്ത് ദീപികയുടെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. കളം ഒരുങ്ങുകയാണ്. കളി മാറുകയാണ്. ദീപിക ഉള്ളിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഗൂഢരഹസ്യമെന്ത്? മുന്നും പിന്നും നോക്കാതെ അഗ്നിമിത്ര എന്തിനാണ് എല്ലാത്തിനും കയറി തലയിടുന്നത്? നോക്കാം നമുക്ക്. അഗ്നിമിത്രയുടെ സംഭവ ബഹുലമായ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. പുതുതായി വായിച്ചു തുടങ്ങുന്നവർ ആദ്യ ഭാഗങ്ങളിലേക്ക് പോവുക. കമന്റും ലൈക്കും ഹൈപ്പും തന്ന് ഈ ചെറിയ ചാനലിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിക്കുകയാണ്.